മറ്റൊരു ചേട്ടൻ കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അദ്ദേഹം ആയൂർ സ്വദേശിയാണ്. താലൂക്ക് ആശുപത്രിയിൽ നിന്ന് റഫർ ചെയ്ത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വന്നതാണ്. അന്ന് കാലിന് പ്രശ്നമായിരുന്നു. ഞാൻ പേര് പറയുന്നത് ഞാൻ ചേട്ടൻ്റെ കാലിൻ്റെ ഒരു ഫോട്ടോ അന്ന് കണ്ടിരുന്നു. അത് ഒരുപക്ഷെ പ്രേക്ഷകരെ കാണിക്കാനാവാത്ത വണ്ണം വല്ലാത്ത രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞിങ്ങനെ ഭീകരമായിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുന്നു. ഞാനൊരു സ്വകാര്യ ആശുപത്രിയിലാണ്. നമ്മളൊരു ഗൾഫിലുള്ള ഒരു ചേട്ടന്റെ സഹായത്താലാണ് ഇപ്പം ഈ ട്രീറ്റ്മെന്റ് തുടരുന്നത്. അല്ല, എനിക്കുണ്ടായ അനുഭവം പറയണം. മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് എന്താണ്? മെഡിക്കൽ കോളേജ് പ്രധാനം അതായത് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയായിട്ട് എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണത്. അപ്പൊ എന്റെ കാല് റെഡിയാവുമല്ലോ, മെഡിക്കൽ കോളേജിൽ ചെന്നാൽ എന്റെ കാല് സുഖം പ്രാപിക്കുമല്ലോ എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് അവിടെ ചെന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് അതിലൂടെ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, അനുഭവമാണല്ലോ ഏറ്റവും വലിയത്. അപ്പം ഈ കാല് പുഴുവരിച്ചായിരുന്നു. അപ്പൊ അവിടെ നമ്മളിപ്പോ ഒരു ഡ്രസ്സിങ്ങിന് വേണ്ടി കാല് ഓപ്പൺ ചെയ്തിട്ട്, അപ്പം സെപ്റ്റിക് വാർഡാ, അവിടെ ഈച്ചകളൊക്കെ ഉള്ളതാ. ഇവര് തുറന്നിട്ടിട്ടങ്ങ് പോവും. എന്നിട്ട് എപ്പോഴെങ്കിലും വരുന്നത്, അപ്പോഴത്തേക്ക് ഈച്ച അതിൽ കയറും. അങ്ങനെ പുഴു അരിച്ചു. ആ പറഞ്ഞോട്ടെ. ഹലോ കേൾക്കാം. അല്ല, പുഴു താഴെ വീണു അല്ലേ? താഴെ വീണു. അപ്പോഴും അവര് അതിന്റെ ഒരു നമ്മളിപ്പോ ഈ ഇങ്ങനെയുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ നമുക്ക് പബ്ലിക്കിലുള്ളതിന് നമുക്ക് വേണ്ട രീതിയിലുള്ള സീരിയസ്നെസ് അനുസരിച്ച് അവര് എന്റെ കാലിന്റെ എന്ന് പറഞ്ഞാൽ വളരെ നീളത്തിൽ കിടക്കണം. ഞാൻ അന്നേരം ആ ഡോക്ടറെ അടുത്ത് ജൂനിയർ ഡോക്ടർമാരാണ് വരുന്നത്. സീനിയർ ഡോക്ടർ ഒരു വട്ടം വന്നിട്ട് പിന്നെ പുള്ളിയെ കണ്ടിട്ടില്ല. അപ്പൊ ജൂനിയർ ഡോക്ടർമാർ അവരൊരു ലാഘവത്തോടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഒരു മുറിവിന്റെ സീരിയസ്നെസ് അനുസരിച്ചോ ആ ഒരു സീരിയസ് അനുസരിച്ച് അവര് ആക്ഷൻ എടുക്കുന്നില്ല. തന്നെയല്ല, ഈ കാല് തുറന്നിട്ടിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞാണ് വരുന്നത്. അപ്പൊ എന്റെ വൈഫാ എന്റെ കൂടെ ഉണ്ടായിരുന്നത്. വൈഫ് സീരിയസ് ആയിട്ട് നിന്നപ്പോഴാണ് അവര് പുഴുവിനെ എടുത്തു തുടങ്ങിയത്. അപ്പം എന്നിട്ട് പിന്നെ അവിടെ നിന്ന് മാറി സ്വകാര്യ ആശുപത്രി ആരുടെയോ സഹായത്തോടെ പോണ്ടി വന്നു. അല്ല, അന്ന് രാത്രി തന്നെ. അപ്പൊ അവര് വേറെ അതിനേക്കാൾ ഉപരി ഞാനൊരു കാല് രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ചു പോയ രോഗിയാണ്. അപ്പം എന്റെ അടുത്ത് ഒരു ജൂനിയർ ഡോക്ടർ പറയുകയാണ് കാല് മുറിച്ചേ പറ്റുമെന്ന്. ഇപ്പം നമ്മുടെ മെഡിക്കൽ സംവിധാനം ഒക്കെ വളരെ വളരെ ലോ ലെവലാണെന്ന് എനിക്ക് അന്നേരമാണ് മനസ്സിലാവുന്നത്. കാരണം മെച്ചപ്പെട്ട ചികിത്സ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വലിയ ഹോസ്പിറ്റലിൽ പോകുന്ന ഇതൊന്നും ഒരു ശാശ്വത പരിഹാരമല്ല. രക്ഷപ്പെടണമെങ്കിൽ കാശുള്ളവനെ പറ്റൂ. അവൻ സ്വകാര്യ ആശുപത്രിയിൽ പോയി രക്ഷപ്പെടണം. അല്ലാതെ പാമ്പ് പിടിച്ചവന്റെയൊക്കെയാണ് കാല് മുറിക്കാനേ പറ്റൂ. ഇവർക്ക് വളരെ ലാഘവത്തോടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കാല് മുറിക്കേണ്ടി വരുമെന്ന്. അപ്പോൾ എന്റെ വൈഫ് എങ്ങനെങ്കിലും എന്റെ കാല് രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ചിന്തയോടെ അന്ന് തന്നെ അവിടുന്ന് ആംബുലൻസ് വിളിച്ച് വേറൊരു ഹോസ്പിറ്റലിലോട്ട് വന്നത്. അപ്പൊ ഇതൊക്കെ വെറും കാവട്ടി നിറഞ്ഞ ഇപ്പൊ കാലിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഞാൻ താങ്കളുടെ കാലിന്റെ ചിത്രം കാണുന്നത് എന്നാണ് കുറെ നാൾ മുമ്പാണ്. അപ്പോൾ കാണുമ്പോൾ പേടിയാവുന്ന രീതിയിൽ അതിഭീകരമായ രീതിയിൽ ഒറ്റ നോട്ടം മാത്രം നോക്കാൻ പറ്റുന്ന രീതിയിൽ അവസ്ഥയായിരുന്നു ആ കാല്. ഇപ്പൊ അതിൽ നിന്ന് ഭേദമായി തോന്നുന്നു അല്ലേ? ഭേദമായി വരുന്നു. ഓക്കെ, എത്രയും പെട്ടെന്ന് ഭേദമാവട്ടെ. എഴുതി നടക്കാൻ കഴിയട്ടെ ഏട്ടാ. താങ്ക് യു.